ഹലോ, വെൽക്കം ടു സർവീസ് നിയർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ജോബിന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നൊക്കെ നോക്കി. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് ഒരു ജോബിന്റെ, അതായത് പ്രോഡക്ട്സ് ഒന്നും ആഡ് ചെയ്യാത്തൊരു ജോബിന്റെ പേയ്മെന്റ് അല്ലെങ്കിൽ ബില്ലിംഗ് എങ്ങനെയാണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. സോ ജോബ് ഏതാണോ ആ ജോബ് സെലക്ട് ചെയ്യുക. ശേഷം കോസ്റ്റ് ആൻഡ് പേയ്മെന്റ് സെക്ഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ പാർട്സ് ഒന്നും ആഡ് ആക്കുന്നില്ല, നേരെ പേയ്മെന്റിലോട്ടാണ് പോകുന്നത്. ഇവിടെ നമുക്ക് പേയ്മെന്റിൽ കാണാൻ പറ്റും പാർട്സ് ഒന്നുമില്ല. ആൻഡ് സർവീസ് കോസ്റ്റ് 100 രൂപ പറഞ്ഞിട്ടുണ്ട്. അഡീഷണൽ ഡിസ്കൗണ്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ആക്കാം. ഞാൻ തൽക്കാലത്തേക്ക് ഒന്നും ആഡ് ആക്കുന്നില്ല. അഡ്വാൻസ് എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ആക്കാം. അല്ലെങ്കിൽ ന്യൂ അഡ്വാൻസ് ഉണ്ടെങ്കിൽ അഡ്വാൻസ് ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. സോ നമുക്ക് പേ ആൻഡ് കൺഫേം കൊടുക്കാം. 100. നമുക്കിവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട് ഏത് ഓപ്ഷനിലാണ് പേയ്മെന്റ് മെത്തേഡ് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ. സോ ഞാൻ ഇവിടെ UPI സെലക്ട് ചെയ്തു. ശേഷം കൺഫേം പേയ്മെന്റ് കൊടുത്തു. ഓർഡർ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ബിൽ നമ്പർ, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ജോബിന്റെ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്തതിന്റെ കൺഫർമേഷൻ അലേർട്ട് ആണിത്. സോ ഇങ്ങനെയാണ് സർവീസ് ജോബ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഒന്നും ആഡ് ചെയ്യാത്തൊരു ജോബിന്റെ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് പാർട്സ് ആഡ് ആക്കിക്കൊണ്ട് പേയ്മെന്റ് കംപ്ലീഷൻ അല്ലെങ്കിൽ ബില്ലിംഗ് എങ്ങനെയായിരിക്കും, ഒരു പ്രൊഡക്റ്റ് ആഡ് ആക്കിക്കൊണ്ട് ബില്ലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു.